ഹലോ, നമുക്ക് ഇന്ന് ആർ പി എഫിൻ്റെ എക്സാം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഐ ഡി വെച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ആർ പി എഫിൻ്റെ എക്സാം അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക, കണ്ട് ക്ലിയർ ആക്കുക. എങ്ങനെയാണ് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതാകുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, മിസ്റ്റേക്കും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏപ്രിൽ 15-ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു തുടങ്ങുക എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, rrbapply.gov.in. ഞാൻ ഈ വെബ്സൈറ്റ് കുറേ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സജഷൻ വന്നത്. നിങ്ങൾ ഇതെന്നെ സെർച്ച് ചെയ്യുക, rrbapply.gov.in. അതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുക. വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതിപ്പോൾ ഡയറക്റ്റ് പോയിരിക്കുന്നത് നമ്മുടെ ഇതിലേക്കാണ്, ഏതാ, ആർ പി എഫിൻ്റെ എക്സാമിലേക്കാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ കൊടുക്കുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്, ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റെയിൽവേ എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് ഫോർ ALP എക്സാം, ALPക്കോ ടെക്നീഷ്യനോ ഒക്കെ വേണ്ടിയിട്ട് എക്സാം, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്നും കൂടെ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. സബ് ഇൻസ്പെക്ടറിനും കോൺസ്റ്റബിളിനും സെയിം അക്കൗണ്ട് യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളിതുവരെ അങ്ങനൊന്നും റെയിൽവേക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ പാസ്പോർട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നിന്നൊക്കെ ഡാറ്റ വേണ്ടത്, നിങ്ങളെ നാഷണാലിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, ഫുൾ നെയിമും അത് ഒന്നുകൂടെ എൻ്റർ ചെയ്യാനും ചോദിക്കുന്നുണ്ട്. പിന്നെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, മദേഴ്സ് നെയിമും ഫാദേഴ്സ് നെയിമും ചോദിക്കുന്നുണ്ട്. പിന്നെ ആധാർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളിവിടെ കാണാൻ പറ്റും, ആധാർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആധാർ നമ്പർ അടിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക്, ആധാർ കണക്ട് ചെയ്ത ഫോൺ നമ്പറിലേക്ക് എന്ത് പോകും, ഒരു മെസ്സേജ് പോകും. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ യൂസിങ് ആധാർ ചെയ്യുകയാണെങ്കിൽ ആധാർ നമ്പർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യണം, മൊബൈൽ നമ്പറും ഒന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്യാപ്ച അടിക്കുന്നു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഇമെയിൽ ID, പിന്നെ എൻ്റെ പാസ്വേഡ്, ഒരു ക്യാപ്ചയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID പാസ്വേഡും ടൈപ്പ് ചെയ്തു. ഇവിടെ ക്യാപ്ചയും കൂടെ ഞാൻ കൊടുത്തു, 3870. ഓക്കെ, ലോഗിൻ ചെയ്യും. അപ്പോൾ നേരെ എൻ്റെ ഒരു ഹോം പേജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് വായിക്കണം. മീഡിയം ഓഫ് എക്സാമിനേഷൻ 13 ലാംഗ്വേജിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗട്ടാണ് മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന്. ഇത് ഇവിടെ ഉണ്ട്, ഇതാ മലയാളം എടുക്കുന്നുണ്ട്. മലയാളം മീഡിയം ഓഫ് എക്സാമിനേഷൻ 13 റീജിയണൽ ലാംഗ്വേജസിലും പിന്നെ ഹിന്ദിയിലും എഴുതാം. അപ്പോൾ 13 റീജിയണൽ ലാംഗ്വേജസ് ഒന്നായിട്ട് മലയാളം ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, മലയാളം അവിടെ കിടപ്പുണ്ട്. ഇനി ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വായിച്ചതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അവിടെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ DBAR ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം ജസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. നമ്മളിതുവരെ എന്ത് ചെയ്തിട്ടില്ല, DBAR ആയിട്ടില്ല. അത് ചോദിക്കുന്നതാണ് അവർ. നിങ്ങൾ RRB എക്സാം എഴുതിയെങ്കിലും DBAR ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള സാധനം കൊടുത്താൽ മതി. നിങ്ങൾ DBAR ആയിട്ടുണ്ടെങ്കിൽ രണ്ടും തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ ഡാറ്റ മൊത്തമായിട്ട് കൊടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ നാഷണാലിറ്റി ഞാൻ ഓൾറെഡി കൊടുത്ത ഡാറ്റയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മദർ ടങ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം കൊടുക്കാം. ഇനി എന്താ ഉള്ളത്, ചോയ്സ് ഫോർ എക്സാമിനേഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ SSC എക്സാംസൊക്കെ പണ്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ SSC എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കണമായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾ PSC ആ ഒരു സൈഡിലേക്കുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മലയാളമാണ്, ഒരു മാക്സിമം റീസണിംഗ് ഒക്കെ മലയാളത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളം കൊടുത്തോളാം. ഓക്കെ, ഇവിടെ ബാക്കി കാര്യമായിട്ടൊന്നും കൊടുക്കാനില്ല. പിന്നെ ഇവിടെ കമ്മ്യൂണിറ്റി കൊടുക്കാനുണ്ട്. കമ്മ്യൂണിറ്റി നിങ്ങളെ കമ്മ്യൂണിറ്റി ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ OBC കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട്, ഓൺലി ദോസ് കമ്മ്യൂണിറ്റീസ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ ആ ഒരു വിഭാഗത്തിലുള്ളതാണെന്ന് ഉറപ്പാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നു. നോൺ ക്രീമി ലെയർ ആണോ, അപ്പോൾ OBC ആണെങ്കിൽ NCL എന്നാണ് പറയുക, SC ST ആണെങ്കിൽ അതിനും ഓരോ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ചോദിക്കും.
അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ ഇപ്പം തന്നെ വേണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നമ്പർ വേണം. ഇനിയിപ്പോൾ ഞാൻ അതിൽ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ഉണ്ട്. നമുക്ക് തഹസിൽദാരാണ് ഇഷ്യൂയിങ് അതോറിറ്റി ആയിട്ട് വരിക. അപ്പോൾ അതിവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ തഹസിൽദാർ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ RPF നോട്ടിഫിക്കേഷനിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് തഹസിൽദാരുടെ അടുത്ത് നിന്ന് സൈൻ വാങ്ങിക്കണം. ഈ നിങ്ങളുടെ ഇപ്പം OBC NCL ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടി. ഇനി അഥവാ അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റും കൊടുക്കണം കേട്ടോ. അതവിടെ ഡേറ്റ് ഏത് ഡേറ്റാണ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഏതാണെന്നുള്ളതും കൂടെ കൊടുക്കണം. ഇനി OBC അല്ല, പകരം SC ST EWS ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. EWS കൊടുക്കുന്ന സമയത്ത് ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി ചോദിക്കുന്നുണ്ട്, ഡേറ്റും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഏത് കാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ SC കൊടുത്തു കഴിഞ്ഞാലും അവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, പോയിട്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അൺറിസർവ്ഡ് കൊടുക്കാൻ പോവാണ്. ഇനി പോസ്റ്റൽ അഡ്രസ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇവിടെ പെർമനൻ്റ് അഡ്രസ്സ് അല്ല നിങ്ങളിപ്പോഴത്തെ പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് മാറ്റിയാൽ മതി. ടിക്ക് മാർക്ക് മാറ്റുമ്പോൾ മൊത്തം മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഡാറ്റയൊക്കെ കറക്റ്റാണ് എന്ന് ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കി, എന്നിട്ട് സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, യെസ്, നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ് കറക്റ്റാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അക്കൗണ്ട് വെരിഫൈഡ് വിത്ത് ആധാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എക്സ് സർവീസ് മാൻ അല്ല. ഓക്കെ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇല്ല, നോ കൊടുത്തു. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നു. പിന്നെയോ ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ഇല്ല, ഞാൻ റെയിൽവേ എംപ്ലോയി ആയിട്ടില്ല. റെയിൽവേ എംപ്ലോയി എന്നാണ് ചോദിക്കുന്നത്, ഞാൻ റെയിൽവേ എംപ്ലോയി അല്ല. അപ്പോൾ റെയിൽവേ എംപ്ലോയീസിന് ഇത് എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കുള്ള ഓപ്ഷൻസ് ആണ് അതൊക്കെ. പിന്നെ കറണ്ട് എംപ്ലോയ്മെൻറ്റ് എന്താ, ഞാനിപ്പോൾ എന്താ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. നോട്ട് അപ്ലിക്കബിൾ വേറെ ഓപ്ഷൻസ് ഉണ്ടോ, ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റോ പബ്ലിക് സെക്ടറോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒന്നുമില്ല, നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ, കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റീസ്. ഓക്കെ, അത് റെയിൽവേ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അതിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മളും അപ്രൻറ്റീസ്ഷിപ്പായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട. ഓക്കെ, അക്കൗണ്ട് ഹോൾഡർ നെയിം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റീഫണ്ട് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ റെയിൽവേ എക്സാമിനാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മുഴുവൻ ഫീസും നിങ്ങൾക്ക് എടുക്കില്ല, അതിൽ ബാക്കി ഒരു എമൗണ്ട് റീഫണ്ട് ആവും. അപ്പോൾ റീഫണ്ട് ആവുന്ന ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ടിലേക്ക് പോകും. നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് അതവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുത്തോളാം. ഓൺലി അക്കൗണ്ട് നമ്പർ ആൻഡ് IFSC കോഡ് ആർ യൂസ്ഡ് ഫോർ റീഫണ്ട്. അപ്പോൾ IFSC കോഡും അക്കൗണ്ട് നമ്പറും നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തോണം, എന്നിട്ട് കൺഫേം ചെയ്തോണം. അപ്പോൾ ഞാൻ അവിടെ കൺഫേം ചെയ്തതാണ്, ഒക്കെ കറക്റ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം. യെസ്, സേവ് കൊടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് പോവാം. ഇവിടെ എന്താ ചെയ്യാനുള്ളത്, എൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം മെട്രിക്കുലേഷൻ ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം, അതിനകത്തുള്ള റോൾ നമ്പർ വേണം, ഏതാ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ്, പിന്നെ ഡേറ്റ് ഓഫ് പാസിങ് ഒക്കെ കറക്റ്റായിട്ട് കയ്യിൽ വേണം. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ മൊത്തത്തിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ ആണെങ്കിൽ അത് ഏത് ഡിസിപ്ലിനാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ BTech ആണ്, നിങ്ങൾ BTech-കാരനാണെങ്കിൽ എന്ത് ചെയ്യുക, BTech കൊടുക്കുക. ബാച്ചുലർ ഓഫ് ടെക്നോളജി അതല്ലേ BTech? അതെ, BTech കൂടെ BTech സ്റ്റേറ്റ് ഏതാ, BTech സ്റ്റേറ്റ് കേരള ഇല്ലേ, ഒരു മിനിറ്റ്, കറക്റ്റ് ഓർഡറിലാണല്ലോ, ഞാൻ കാണാത്തയാണോ? കേരള യെസ്, കേരള. ഡിസ്ട്രിക്റ്റ് ഞാൻ കോട്ടയത്തു നിന്നാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ പേര് കോളേജ് ബാർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെയിം ഓഫ് കോളേജ് ബാർ യൂണിവേഴ്സിറ്റിയിൽ RI. ഓക്കെ, എൻ്റെ കോളേജിൻ്റെ പേരടിച്ചു. ഓക്കെ, ഡേറ്റ് ഓഫ് പാസിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഡേറ്റിലാണോ പാസ്സായിട്ടുള്ളത് ആ ഡേറ്റും കൂടെ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഇനി ഡിപ്ലോമ കൂടെ ഉണ്ടെങ്കിൽ ഡിപ്ലോമ കൂടെ ആഡ് ചെയ്ത് വിടാം. യെസ്, അപ്പോൾ അത്രയാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ നെക്സ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് എൻ്റെ ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോവും കൂടെ ആഡ് ചെയ്യാനുണ്ട്.
ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ ആഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് കളർ പാസ്പോർട്ട് ആയിരിക്കണം. അതിൽ 320ഉം 240ഉം ആണ് കേട്ടോ. അതായത് 320 PXും 240 പിക്സൽസും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഫോട്ടോഗ്രാഫിൽ 240ഉം 320ഉം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ക്രോമിൽ പിക്സൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അതായത് നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പിക്സൽസ് മാറ്റാൻ പറ്റിയ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, സൈസ് നോക്കണം. 30 to 70 GB, 30 GB to 70 GB ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് പോവുക. ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സിഗ്നേച്ചറിൻ്റെയും ഇവിടെ സൈസ് പറയുന്നുണ്ട്. ആ സൈസിലുള്ള സിഗ്നേച്ചറും അതുപോലെ തന്നെ എന്തും കിട്ടും, ഫോട്ടോഗ്രാഫും കിട്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വിൻഡോയിലേക്ക് എത്തിയത്. നമുക്ക് ബാക്കി ചെയ്യാം. അതിൽ ഫോട്ടോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണോടാ. ഇതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 320 പിക്സൽസ് ഇൻറ്റു 240 പിക്സൽസ് ആയിരിക്കണം. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഞാനിപ്പോൾ ബ്രൗസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ നമുക്കിങ്ങനെ ഓർഡർ ആക്കാൻ പറ്റും. ഇങ്ങനെ സൈസ് ഇങ്ങനെ അവർ ആ പറയുന്ന റേഷ്യോയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ വിഡ്ത്തും ഹൈറ്റും നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, വൈറ്റ് ആയിരിക്കണം. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിലുണ്ടാവണം. പിന്നെ അതിൻ്റെ സൈസ് 30 GB 70 GBൻ്റെ ഇടയിലായിരിക്കും. അത് നിങ്ങൾക്ക് ക്രോമിലൊരു വെബ്സൈറ്റിൽ വെറുതെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, 30 GBൻ്റെ 70 GBൻ്റെ ഇടയിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സേവ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഈ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത് അവസാനത്തെ ഒരു സ്റ്റെപ്പായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടിക്ക് കൊടുക്കാനുണ്ട്. അതിൽ ഐ അഗ്രി ടു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, അതായത് നമ്മളെ ഫൈനൽ സ്കോർ ഏതെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷൻസിന് ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ലെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ഡാറ്റയൊക്കെ കറക്റ്റാണ്, ഇത് തെറ്റാണെങ്കിൽ എൻ്റെ കാൻഡിഡേച്ചർ ക്യാൻസൽ ആവും. പിന്നെ അതുപോലെ ഞാൻ ഇതുവരെ ഗവൺമെൻറ് സർവീസിന് ഡിസ്മിസ് ആയിട്ടില്ല എന്നുള്ള ഡാറ്റയൊക്കെ ശരിയാണോ എന്നുള്ളത് അവിടെ ടിക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്തൊക്കെ ശരിയാണെന്നുള്ളതുകൊണ്ടും നമ്മളെ ഇതുവരെ ഗവൺമെൻറ് സർവീസ് ഒന്നും പിരിച്ചുവിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടും നമുക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി പ്ലേസ് ഞാനിപ്പോൾ കാലിക്കട്ട് ഉള്ളതുകൊണ്ട് കാലിക്കട്ട് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഉണ്ട്, സിഗ്നേച്ചറൊക്കെ അവിടെ ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഐ ഹാവ് റീചെക്ഡ് ഒക്കെ കറക്റ്റാണ്, ഞാൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ആപ്ലിക്കൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. ഓക്കെ, ഞാൻ സബ്മിറ്റ് ചെയ്തു. യെസ്. അപ്പോൾ ഇനി റീഫണ്ട് പോളിസീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഈ പേ ചെയ്യണം. എത്രയാണ്, 500 രൂപയാണ് എനിക്ക് പേ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ പേ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും. ഞാൻ ഗൂഗിൾ പേ വഴി പേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പേ പ്രൊസീഡ്. യെസ്, UPI ഉണ്ട്. UPI ID ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ UPI QR കൊടുത്തു നോക്കാം. വേണ്ട, UPI ID കൊടുക്കാം, അതാണ് നല്ലത്. യെസ്, അതിൽ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ UPI ID വെരിഫൈ ചെയ്യും. എൻ്റെ UPI ID വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്നിട്ടുണ്ടാവും. ഓക്കെ, 3 മിനിറ്റ് സമയമുള്ളത്. 3 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കിവിടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു 500 രൂപേൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, എൻ്റെ എക്സാം അപ്ലൈ ആവും. അപ്പോൾ ഞാൻ പേ ചെയ്യുകയാണെങ്കിൽ പേ ചെയ്ത് നോക്കാൻ പറ്റും. പേ ചെയ്ത എക്സാം എഴുതേണ്ടി വരും. യെസ്, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പ്രിൻ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ച് നമ്മൾ ആദ്യം തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നേരെ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഈ വിൻഡോയിൽ നമ്മൾ നേരത്തെ തുടങ്ങിയ അതേ സ്ഥലത്തെത്തും. അപ്പോൾ നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് ആണ്. ആപ്ലിക്കേഷൻ നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം. മോഡിഫിക്കേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാ, ഞാൻ അതേ അപ്ലൈ ചെയ്ത് എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചോളാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് RPFൻ്റെ അപ്ലൈ. ഞാനിപ്പം എന്തുമാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, സബ് ഇൻസ്പെക്ടർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തതും കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം സബ് ഇൻസ്പെക്ടറിലേക്ക് വന്നതുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക്
അതുപോലെ തന്നെ കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്യുക, രണ്ടും അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ തുടങ്ങി നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കും, പെട്ടെന്ന് കഴിയുന്ന പ്രോസസ്സാണ്. പക്ഷേ നമ്മളെ കയ്യിൽ എന്ത് വേണം, നിങ്ങൾ കാസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്നുള്ളതും പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോഗ്രാഫ് വേണം എന്നുള്ളതും ഒക്കെ ഓർത്ത് വെച്ചോളാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് പഠിക്കാൻ കൂടെ വേണ്ടേ. അപ്പോൾ പഠിക്കാനുള്ള പ്രോസസ്സ് എന്താ, നമ്മൾ ആർമി എക്സാംസ്, ദിശേൻ്റെ ആർമി എക്സാംസ് ചാനലിൽ RPFൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരും, ലൈവുകൾ വരും. അപ്പോൾ ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ കുട്ടികളിരുന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഓൾറെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അല്ല, അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, പഠിക്കേണ്ട കണ്ടൻറ്റ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും കിട്ടും. എല്ലാം കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തരുന്ന കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഓഡിയൻസ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ GD എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്കറിയാം, GD എക്സാമിൻ്റെ സമയത്ത് നമുക്കൊരു ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾ അതിൽ വന്നിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്ലാസ്സസ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും സീരിയസ് ആയിട്ട് കൃത്യമായിട്ട് സമയമൊക്കെ മനസ്സിലാക്കി ആ സമയത്ത് ഫ്രീ ആയി ലൈവുകളിൽ വന്നിരുന്ന് പഠിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനും തയ്യാറാവണം. ഞാൻ തീർച്ചയായിട്ടും പറയാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് RPFന് നല്ല ജോലി വാങ്ങാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മതി. സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് പഠിക്കുകയും പിന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളെ ഫ്രീ ആയിട്ടുള്ള സമയത്തും കൂടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത്, വെറുതെ കറങ്ങി നടക്കരുത്, വന്നിരുന്ന് പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എന്ത് പറയാണ്, ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. കൃത്യമായിട്ട് നോക്കി അപ്ലൈ ചെയ്യണം. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പോയി വാങ്ങിക്കണം. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ്ലൈനായിട്ട് തന്നെ പോയി വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ILPൻ്റെ ഒക്കെ ഓൺലൈനായിട്ട് എടുക്കാൻ നോക്കിയ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ തഹസിൽദാരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. മുമ്പ് തരില്ലായിരുന്നു, തഹസിൽദാർ പല സ്ഥലത്തൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലായിടത്തും പോയി വാങ്ങിച്ചോളുക. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പ് ALP എക്സാം അപ്ലൈ ചെയ്ത ആളുകളോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് അവരെങ്ങനെയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് തന്നെ വാങ്ങിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെന്ത് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു സെൻറ്റർ ഇതാണ് എൻ്റെ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ ട്രിവാൻഡ്രത്തിൻ്റെ വേക്കൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ വേക്കൻസി വന്നിട്ടില്ല. കാരണം നിങ്ങളെ നോട്ടിഫിക്കേഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള വേക്കൻസിക്ക് അനുസരിച്ച് അങ്ങോട്ട് വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ആ ഡൗട്ട്സൊക്കെ ആ രീതിയിൽ തന്നെ കവർ ചെയ്ത് പോകും. ഡൗട്ട്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് ഓരോ നല്ല ഡൗട്ട്സ് സെലക്ട് ചെയ്തെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരികയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും റെഡി ആവുക, പഠിക്കാനും റെഡി ആവുക. എല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഓടിപ്പോയിട്ട് അപ്ലൈ ചെയ്തോളാം. ശരി.